ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി ആകുമ്പം വിഴിഞ്ഞത്ത് പോയി മീനൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരണം. രാവിലെ ഇട്ട് പല്ലൊക്കെ തേച്ച് ഒരുങ്ങി. ഇപ്പം സമയം 7:00. എന്നാലും നമ്മളിപ്പോ പോയി ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പൊ രാവിലെ എണീറ്റതാ, 2 മുട്ടയും ചായയും കുടിച്ചിട്ട് വിഴിഞ്ഞത്തോട്ട് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ചായയും മുട്ടയൊക്കെ കഴിച്ച് ഇറങ്ങി. അതിനുശേഷം വണ്ടി എടുത്ത് ഇനി യാത്ര തിരിക്കാൻ പോവുക. പോകുന്ന വഴിക്ക് ഈ പള്ളി കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് കരുതി. ഇതിന്റെ വലത് സൈഡിലോട്ട് പോയ ബാലരാമപുരവും ഇടത് സൈഡിലോട്ട് പോയ പൂവാറുമാണ് എത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയത്. ട്രെയിൻ പോകാൻ വേണ്ടി ഇവിടെ വണ്ടികളെല്ലാം പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ അങ്ങനെ പതിയെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു 5-10 മിനിറ്റ് ഇട്ട് ആളുകളെല്ലാം കയറിയതിന് ശേഷം ട്രെയിൻ എടുത്ത് തുടങ്ങത്തുള്ളൂ. അങ്ങനെ ബാലരാമപുരം ജംഗ്ഷനിലെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് എങ്ങനെയോ നമ്മൾ വിഴിഞ്ഞത്തെത്തി. ഇനി നമ്മൾ മീൻ മേടിക്കാനാ പോകുന്നത്. ഈ സൈഡിലൊക്കെ ഒരുപാട് മീൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ചൂരയും കണവയും എല്ലാം. വരുന്ന വഴിക്ക് ഒരുപാട് മീൻ കച്ചവടക്കാരൊക്കെ ഇവിടെ ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. നമുക്ക് ഇവിടെ നിന്ന് വേണം അവർ മീൻ മേടിച്ചിട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നത്? അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അവിടെയാണ് മീൻ ലേലം വിളിക്കുന്നത്. അവിടെ നിന്ന് മീൻ ലേലം വിളിച്ചെടുക്കാനാണ് നമ്മളെ പ്ലാൻ. അവിടെ ചെന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇവിടെ മീൻ തറയിൽ വെച്ചിട്ട് ഇവര് ഇതേപോലെ വട്ടം കൂടി ഇന്ന് ലേലം വിളിച്ചെടുക്കുകയാണ് പതിവ്. അങ്ങനെ ചൂരയും നവരയും നെത്തോലിയും അങ്ങനെ ഒരുപാട് മീൻ ഇവിടെ വച്ചേക്കുന്നത് കാണാൻ പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിഴിഞ്ഞം ഹാർബർ കുറച്ചുകൂടെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കാതെ കരുതി അങ്ങോട്ട് നടന്നപ്പോഴാണ് ഇടത് സൈഡിൽ ഈ യേശു ക്രിസ്തുവിന്റെ പ്രതിമ കാണാൻ സാധിച്ചത്. അത് കണ്ടപ്പോൾ അതും ഒന്ന് എടുക്കാന്ന് കരുതി. അങ്ങനെ അതിന്റെ നേരെ വലത് സൈഡിൽ നമുക്ക് മറ്റൊന്നാ കാണാൻ പറ്റുന്ന നിറച്ച് ബോട്ട് ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് ഇവിടെ മാത്രമല്ല അപ്പുറ സൈഡിൽ ഒരുപാട് ഒതുക്കിയിട്ടൊന്ന് കാണാൻ പറ്റി. നിങ്ങൾ ഈ ഇടത് സൈഡിൽ കണ്ടോ? ഇതാണ് വിഴിഞ്ഞം ഹാർബർ. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റി. അവിടെ നിറച്ച് കണ്ടെയ്നറൊക്കെ വെച്ചിട്ടുണ്ട്. കപ്പലൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും എനിക്കറിയത്തില്ല ഇനി അപ്പുറത്തോടെ കിടപ്പുണ്ടാകും. എന്തായാലും അങ്ങോട്ട് നമ്മൾ വിടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പറ്റണ അത്രയും ദൂരത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരുപാട് കണ്ടെയ്നർസ് ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ഫ്രെയിം നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ പകർത്തിയിട്ടുണ്ട്. അതിന്റെ പുറകിലായിട്ട് വിഴിഞ്ഞ ഹാർബർ, ബാക്കിൽ കടല് എല്ലാം കാണാം. പിന്നെ അവിടെ ഒരു യേശുക്രിസ്തുവിന്റെ പ്രതിമ കാണാം. അപ്പൊ അവിടെ നിന്ന് മീനൊക്കെ മേടിച്ച ശേഷം നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.